ഈ മനോജിന്റെ ട്രൂപ്പിലാണ് ആദ്യം വർക്ക് ചെയ്തത് അല്ലേ? ജനനയന എന്ന് പറഞ്ഞിട്ട് ഞാനും അല്ല, അവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം ചീത്ത പറയുന്നു. ഇന്നായിരുന്നു കേസ് വന്നല്ലോ. അതെ, മനോട്ടൻ ഇപ്പൊ പതി ഫോക്ക് ബാൻഡ് സ്വന്തമായിട്ടൊരു ടീമാണ് നമ്മുടെ ടീം, മനോട്ടന്റെ സ്വന്തം ട്രൂപ്പ്. അതിൽ തന്നെ മനോട്ടൻ ഭയങ്കര കർക്കശക്കാരനാണ്. അപ്പൊ പിന്നെ പണ്ട് ആ ടീമിന്റെ മുമ്പുണ്ടായിരുന്ന ടീമിന്റെ പ്രതികാരം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എവിടെ പ്രതികാരം ചെയ്യായിരുന്നു ഭർത്താവ് അല്ലെങ്കിൽ തകർക്കാരുന്നല്ലേ? അതെ അതെ അതെ. ഓക്കെ മനോജ്, ബി കെയർഫുൾ. ഓക്കെ, ആ കുട്ടിയേട്ടാ എന്താ ചോദിക്കാൻ വന്നു? കുട്ടിയേട്ടാ നമസ്കാരം. പ്രസീത ചാലക്കുടി. നമസ്കാരം രാജേഷ് പറവൂർ. നമസ്കാരം. രാജേഷ് പറവൂരിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീലക്ഷ്മി എന്ന ഹോട്ടലിൽ നിന്ന് താങ്കൾക്ക് ഒരു പ്രത്യേക ഭക്ഷണം വാങ്ങി തന്നു. അതിന്റെ പുറകിലും താങ്കൾക്ക് പറയാൻ ഒരു കഥയുണ്ടെന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. പ്രത്യേക ഭക്ഷണമല്ല, മസാല ദോശ. എന്താ കാര്യം? ആ മസാല ദോശക്ക് എന്തെങ്കിലും? സ്കൂളിന്റെ അടുത്ത് ശ്രീലക്ഷ്മി ഹോട്ടലുണ്ട്. അവിടുത്തെ മസാല ദോശ ഗംഭീരമാണ്. ഇപ്പോഴുണ്ടോ ശ്രീലക്ഷ്മി ഹോട്ടല്? പേരൊക്കെ മാറി, ഹോട്ടലുണ്ട്. വേറെ ആരൊക്കെയാണ്? ന്യൂ ഹൊറൈസൺ എന്നൊക്കെ ആയിരിക്കും. അവിടുത്തെ ബീഫ് ഫ്രൈയും മസാല ദോശയും ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ പിള്ളേര് ക്ലാസ്സിലൊക്കെ വരുമ്പോ പറയും, ഇന്നലെ അച്ഛൻ എനിക്ക് മസാല ദോശ മേടിച്ചു എന്ന്, ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് കൊതിയാണ്, നമുക്ക് ആര് മേടിച്ചു തരാനാണ്. അപ്പൊ ഒരു ദിവസം ഉച്ചയ്ക്ക് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാനായിട്ട് പോകാൻ നേരത്ത് എന്നോട് കൂട്ടുകാരൻ ചോദിച്ചു, ബിജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അതെന്നോട് ചോദിച്ചു, ഇന്ന് ചോറ് കൊണ്ട് കൊണ്ടുണ്ടാ? ഞാൻ പറഞ്ഞു, പോവാ, ഇന്ന് ചോറ് തന്നെണ്ടാ, നമുക്ക് ശ്രീലക്ഷ്മി പോയി മസാല ദോശ കഴിക്കാം. ഞാൻ പറഞ്ഞു, കാശ അതൊക്കെ ഉണ്ട്, നീ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രീലക്ഷ്മി ഹോട്ടലിൽ പോയി ഞാനും അവനും കൂടി മസാല ദോശയൊക്കെ കഴിച്ച് ആസ്വദിച്ച് വളരെ സന്തോഷമായി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഒരു സർബത്ത് വേണോ? ഞാൻ പറഞ്ഞു, എടാ പൈസ, നിനക്ക് സർബത്ത് വേണോ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണം. അങ്ങനെ ഒരു സർബത്തും കുടിച്ച് സന്തോഷവാനായി. അപ്പം ഞാൻ ചോദിച്ച്, കറിയൊക്കെ തുടച്ചിട്ട് ചോദിച്ച്, എടീ നിനക്ക് പൈസ എവിടെ നിന്നാണ്? അപ്പം അവൻ എന്നോട് പറഞ്ഞ്, പുറത്താരോടും പറയണ്ട, ഒരു 20 രൂപ എനിക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മേടിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സന്തോഷം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വീട്ടിൽ നിന്ന് എനിക്ക് കോപ്പി ബുക്ക് മേടിക്കാനായിട്ട് അമ്മ 20 രൂപ തന്നയച്ചിട്ടുണ്ടായി. പോക്കറ്റിൽ കഴിയിട്ട് നോക്കിയപ്പോൾ ആ കാശില്ല. അത് അവനും കിട്ടി, താഴ്ത്തു വീണ് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ്. അതുകൊണ്ട് എനിക്ക് ചെലവ് ചെയ്ത എന്റെ കൂട്ടുകാരനാണ്. അതാണല്ലേ, അതാണ് ആ മസാല ദോശയുടെ കഥ. അത് സൂപ്പറായി. രാജേഷ്, നമ്മുടെ ഈ അൽനാസർ ദുബായ്, അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നല്ല സൂപ്പറായിട്ട് പൊളിഞ്ഞു പോയല്ലോ. മറക്കാൻ പറ്റൂല. കാര്യം നമ്മൾ പൊളിയുന്നെങ്കിൽ ഇങ്ങനെ പൊളിയണം. അതെ, കാര്യം നമ്മൾ ചുമ്മാ കുഴപ്പമില്ല, പിന്നെ ആ കൂടെ ഒരു നാട്ട കേസായിരുന്നു എന്ന ആൾക്കാർ പറഞ്ഞാൽ പോരാ, പൊളിഞ്ഞു പാളീസായി. ദുബായ് അൽനാസറിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലേ? അവിടെ അതൊരു ഐസ് റിംഗ് ആണ്. അവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈവ് ഒരു പരിപാടി നടക്കൂല. അതായത് നമ്മൾ സംസാരം കലങ്ങി കിടക്കുള്ളൂ, ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതൊരു ഗംഭീര ഷോ ആയിരുന്നു. സുരേഷ് ഗോപി ഉണ്ട്, ശ്വേതാ മേനോനുണ്ട്, ഗാനമേള വിധു പ്രതാപ്, റിമി ടോമി, പിന്നെ ഡാൻസ് ശ്വേതാ മേനോൻ നയിക്കുന്നത്, ഞങ്ങളുടെ സ്കിറ്റും. എന്നെയാണ് സ്കിറ്റിന്റെ ഇത് ഏൽപ്പിച്ചേക്കണത്. പാട്ടും ഡാൻസൊക്കെ ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകും. സ്കിറ്റ് തുടങ്ങിയിട്ട് ഇവർക്കൊന്നും മനസ്സിലാവണല്ലോ. കൂവലെന്ന് പറഞ്ഞാൽ കഴിയുന്നവരെ 3 സ്കിറ്റിലും ഓടിപ്പോവും. പറൂരല്ല, അത് തുളച്ച് പാതാളത്തിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും പോവും. അതേപോലെ സംഘം ചേർന്നുള്ള കൂവല് കൂവി നശിപ്പിക്കുകയാണ്. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും തിരിയണില്ല. അവിടെ കളപട ഇങ്ങനെയാണ് അവർക്ക് കേൾക്കുന്നത്. അവിടുത്തെ ഒരു പ്രശ്നമാണ്, റെക്കോർഡിങ് സ്കിറ്റ് കളിക്കണം, എന്നാല് ഓക്കെ ക്ലിയർ ആണ്. അത് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് അൽനാസറിൽ അന്ന് ഷോയ്ക്ക് പോണത്. അപ്പൊ ഈ ഷോയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിന്റെ ഗ്രീൻ റൂമിൽ എല്ലാവരും ഉണ്ട്. സുരേഷ് ഗോപിയും ശ്വേതാ മേനോനും എല്ലാവരും ഇതിപ്പോൾ ഉണ്ട്. അപ്പോൾ അത് സ്പോൺസർ ചെയ്ത പുള്ളി വന്നു, കോട്ടൊക്കെ ഇട്ടിട്ട് വന്നു, അവർക്കൊക്കെ കൈ കൊടുത്തു. ഗംഭീര ഷോയാണ്, മറക്കില്ല ഞാൻ. പാട്ടൊക്കെ, ഡാൻസൊക്കെ. കോമഡി സ്കിറ്റിന്റെ രാജേഷ് എവിടെ? ഞാൻ പറഞ്ഞു, സാർ മിമിക്രി ബോറായിരുന്നു, പരാജയമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അത് അല്ല, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, സൗണ്ട് ഒന്നും പറയണ്ട, മിമിക്രി പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞാൻ നാണം കിട്ടും. അപ്പൊ എന്റെ കൂടെ ഉണ്ണിയസ് നായരും അവരൊക്കെ ഉണ്ട്. ഇവരോട് ഇവരെ കാണുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല. എന്നെ കണ്ട ഈ പുള്ളിക്ക് അപ്പൊ ഭക്ഷണം കഴിക്കാൻ ചെന്ന് നിന്ന് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോ പുള്ളി, രാജേഷ് മിമിക്രി ബോർ. സാറേ മനസ്സിലായി, ഇത് കഴിച്ചോട്ടെ. അങ്ങനെ ഇയാളെ എവിടെ ടോയ്ലറ്റിൽ ചെന്നപ്പോ പുള്ളി അവിടെ നിന്ന് മൂത്രമൊഴിച്ചിട്ട് ഇറങ്ങണത്, രാജേഷ് മിമിക്രി ബോർ. എല്ലായിടത്തും തന്നെ പറയണത്. ലാസ്റ്റ് പിറ്റേ ദിവസം ഷോ ഒക്കെ കഴിഞ്ഞ് പൈസയൊക്കെ തന്നിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നേക്കണ ഇയാളുടെ കാറാണ്. കാറിൽ കയറി ഇയാള് തുടങ്ങി, രാജേഷ് ഇന്നേ വരെ ഞങ്ങൾ ഈ നിമിഷം വരെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പൈസ തന്നില്ലേ? ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡിന് ഫുഡ്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നില്ലേ? പക്ഷെ മിമിക്രി
ബോർ. ഇത് തന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങി ലഗേജ് ഒക്കെ എടുത്ത് എന്നാ സാറേ പോട്ടെ. മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ബോർ. ഞാൻ അങ്ങോട്ട് പോവാൻ നേരത്ത് രാജേഷ് മിമിക്രി ബോർ ഇത് നമ്മൾ കാണില്ല ഒരിക്കലും, മിമിക്രി ബോർ പോരണ്ടോന്ന്. അത് സഹിക്കാൻ പറ്റാത്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ എനിക്ക് പരാജയമായിട്ട് തോന്നിയേക്കണത് സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമാശ പറഞ്ഞിട്ട് അത് ഏറ്റില്ലെങ്കിലുണ്ടല്ലോ. അയ്യോ, അത് ഈ മിമിക്രിയുടെയും തമാശയുടെ ഒരു പ്രശ്നമാണ്.